കേരളത്തിൽ തൃണമൂലിനെ വളർത്താനുള്ള സജീവ ശ്രമം 2009 ആരംഭിച്ചതാണ് മമത. സംസ്ഥാന യൂണിറ്റും ജില്ലാ കമ്മിറ്റികളുമെല്ലാം രൂപീകരിച്ച് പലതവണ തിരഞ്ഞെടുപ്പിന് നേരിട്ടു. ഒരു പഞ്ചായത്തിൽ പോലും വിജയിക്കാനാകാതെ നിന്ന കേരള ഘടകത്തെ മമത മറന്നതായിരുന്നു. അപ്പോഴാണ് പറ്റിയ അവസരമെന്ന നിലയിൽ അൻവറിന്റെ വരവ്. കരുത്തു കാട്ടണം എന്നാണ് അൻവറിനോട് മമത നിർദ്ദേശിച്ചത്. 14 ജില്ലകളിലും ശക്തമായ കമ്മിറ്റികൾ രൂപീകരിക്കണം. CPM-ഉമായി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന പ്രധാന നേതാക്കളെയും പ്രവർത്തകരെയും തൃണമൂലുമായി സഹകരിപ്പിക്കണം. സംഘടനയെ ശക്തമാക്കാനും പ്രചാരണത്തിനും ദേശീയ നേതാക്കളെ വിട്ടുനൽകാമെന്ന് നേതൃത്വം അൻവറിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മമതാ ബാനർജി, അഭിഷേക് ബാനർജി, മഹുവ മൊയ്ത്ര, ഡെറിക് ഒബ്രിയാൻ തുടങ്ങിയ നേതാക്കൾ കേരളത്തിലെത്തി പ്രസംഗിക്കും. ഉടൻ നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും പിന്നാലെ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും അൻവറിന് നിർണായകം. കേരളം ഉൾപ്പെടെ 11 ഇടങ്ങളിൽ തൃണമൂലിന് സംസ്ഥാന ഘടകങ്ങളുണ്ട്. എന്നാൽ ദേശീയ പാർട്ടി എന്ന മമതയുടെ മോഹം പൂവണിയാൻ മാത്രം ശക്തമായ പാർട്ടി സംവിധാനം എവിടെയുമില്ല. കേരളത്തിൽ അൻവർ ശക്തി തെളിയിച്ചാൽ അത് അൻവറിനും മമതയ്ക്കും ഒരുപോലെ ഗുണമാകും. അൻവറിന് ഇത് പിണറായിസത്തിനെതിരെ മമതയെ മുന്നിൽ വെച്ചുള്ള പോരാട്ടം, മമതയ്ക്ക് കമ്മ്യൂണിസത്തിനെതിരെ അൻവറിനെ മുൻനിർത്തിയുള്ള പോരാട്ടം. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.